കേരള സ്റ്റോറി സിനിമ വിവാദങ്ങൾക്കിടെ ഇന്നലെ ഒരു റിയൽ കേരള സ്റ്റോറി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രതികരണം പാളയത്തു നിന്ന് വന്നു. പാള ഇമാമിൽ നിന്നാണ് ഇത് വന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്നായിരുന്നു പാളയം ഇമാം VP സുഗൈ മൗലവി പറഞ്ഞത്. കേരളത്തിൻ്റെ സ്നേഹത്തെയും സാഹോദര്യത്തെയും അടയാളപ്പെടുത്തിയ ഈ വാക്കുകൾ വിദ്വേഷ പ്രചാരകർക്കുള്ള ചുട്ട മറുപടിയാണ് എന്ന് നമ്മൾ കരുതുന്നു. റമദാനിലാണ് ഈ വർഷം യാദൃശ്ചികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ജാതീയ മത സംഘർഷങ്ങൾ വാർത്തയാകുന്ന ഈ കാലത്ത് പാളയം ഇമാം VP സുഗൈ മൗലവിയുടെ പ്രസംഗം ഒരു വഴികാട്ടിയാണ് എല്ലാവർക്കും. ഇന്ന് അദ്ദേഹം നമ്മുടെ മോർണിംഗ് ഷോയിൽ അതിഥിയായി പങ്കെടുക്കുകയാണ്. നമസ്കാരം. അങ്ങ് നടത്തിയ ഈ പ്രസംഗം ഞാൻ സാഗൂതം കേട്ടു. ഒരുപക്ഷെ അങ്ങ് പലപ്പോഴും ഈ മത സഹിഷ്ണുതയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം അങ്ങ് തുടരുമെന്ന പ്രതീക്ഷയോടെ അങ്ങേക്ക് സ്വാഗതം ഈ മോർണിംഗ് ഷോയിലേക്ക്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രസംഗം അങ്ങ് നടത്തിയത്? അതായത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദിവസങ്ങൾക്കകം നമ്മുടെ സിറ്റിയിൽ അത് നടക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നമ്മുടെ മസ്ജിദുകൾ അതുപോലെ തന്നെ വീടുകളെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. മസ്ജിദുകളിൽ സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ മസ്ജിദുകളിലെ ശുചിമുറി, അതുപോലെ തന്നെ അവിടുത്തെ ടോയ്ലറ്റ്, അതുപോലെ അവിടെ കമ്മ്യൂണിറ്റി ഹാളുകളുണ്ടാവും. അവിടെയായിരിക്കും ഈ പറയുന്ന പൊങ്കാലയ്ക്ക് വരുന്ന ആളുകൾ വിശ്രമിക്കുക. മസ്ജിദുകൾ മാത്രമല്ല, ചർച്ചുകളുമെല്ലാം. അപ്പോൾ ഈ രീതിയിൽ പൊങ്കാലയെ എല്ലാ കൊല്ലവും അങ്ങനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം റമദാനിലാണല്ലോ വരുന്നത്. അപ്പോൾ റമദാനിൽ വേറൊരു ടൈം ടേബിൾ അനുസരിച്ചാണല്ലോ വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റമദാനാണ് എന്നുള്ളത് നമ്മുടെ ഈ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് എല്ലാ കൊല്ലവും ലഭ്യമാവുന്ന സൗകര്യത്തിന് റമദാൻ ആവുക എന്നുള്ള തടസ്സമായിട്ട് മാറുകയല്ല വേണ്ടത്. റമദാൻ എന്ന് പറയുമ്പോൾ ആളുകളോട് കൂടുതൽ സ്നേഹവും സൗഹൃദവും സഹാനുഭൂതിയും എല്ലാം പങ്കുവെക്കേണ്ടുന്ന മാസം എന്ന നിലയ്ക്ക് റമദാനിൽ നമ്മൾ അവർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുക വേണ്ടത്. അപ്പോൾ റമദാനിൽ വിശ്വാസികൾ പകൽ വെള്ളമൊന്നും കുടിക്കാതെ അങ്ങനെ ജീവിക്കുകയാണല്ലോ. പക്ഷേ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സഹോദരിമാർ ഇവിടെ വരുമ്പോൾ അവർക്ക് കുടിവെള്ളത്തിൻ്റേതായിട്ടുള്ള ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് ഈ പറയുന്ന മസ്ജിദുകളും അതുപോലെ തന്നെ വീടുകളിൽ നിന്നൊക്കെയാണ് അവർക്ക് കുടിവെള്ളം ലഭിക്കേണ്ടത്. അപ്പോൾ അവർക്ക് കുടിവെള്ളം നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മുടെ മസ്ജിദുകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നുമൊക്കെ അവർക്ക് കുടിവെള്ളം നൽകാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ലോകത്തും നമ്മുടെ രാജ്യത്തുമെല്ലാം ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഒറ്റപ്പെട്ട ചില ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന് വലിയ വാർത്താ പ്രാധാന്യവും ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് സൗഹൃദം കൊണ്ട്, പരസ്പര സ്നേഹം കൊണ്ട് അതിജീവിക്കുവാനും അതിജയിക്കാനും കഴിയണം. ലോകത്ത് പറഞ്ഞതുപോലെ ഇസ്ലാമോഫോബിയ വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ ഫോബിയക്കെതിരെ ഒരു മാതൃകാപരമായിട്ടുള്ള ഇസ്ലാമിക ജീവിതം നയിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറയുന്ന ഫോബിയകളെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.